നമസ്കാരം. ഉച്ചവരെ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പൂക്കോട് മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ നേരിട്ടത് മാസങ്ങൾ നീണ്ട പീഡനം. 8 മാസം റാഗിങ്ങിന് വിധേയനായി. കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ ഹാജരായി ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. മുറിയിൽ വെച്ച് നഗ്നനാക്കി റാഗ് ചെയ്തുവെന്ന സഹപാഠിയുടെ മൊഴി. കെജ്രിവാളിന്റെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ്. കേസിൽ പ്രതികളായ BJP-ക്കാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന KC വേണുഗോപാൽ. കേന്ദ്ര ഏജൻസികൾ BJP-യുടെ കയ്യിലെ പാവകളാകുന്നു. അഴിമതി കേസുകളിൽ കോൺഗ്രസും CPIM-ഉം കൈകോർക്കുന്നുവെന്ന K. സുരേന്ദ്രൻ. ED തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ല കേരള സർക്കാരിന്റേതെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കും. പരിപാടി ചൊവ്വാഴ്ച വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ. സ്വപ്ന സാഫല്യമെന്ന് രാമകൃഷ്ണൻ. ഇടുക്കി കട്ടപ്പനയിൽ നടു റോഡിൽ ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. അതിക്രമം വസ്തുതർക്കത്തിന്റെ പേരിൽ. റഷ്യയിൽ ഭീകരാക്രമണത്തിൽ 60 മരണം, 100-ലേറെ പേർക്ക് പരിക്ക്. ആക്രമണം മോസ്കോയിലെ ക്രോക്കസ് ഹാളിലെ സംഗീത നിശയ്ക്കിടെ. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ വിളയാട്ടം. സിംഗുകണ്ടത്ത് കൃഷി നശിപ്പിച്ചു. RRT സംഘത്തെ ഇറക്കണമെന്ന് നാട്ടുകാർ. വിശദാംശങ്ങളിലേക്ക്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂരപീഡനത്തിനിരയായി മരിച്ച സിദ്ധാർത്ഥൻ നേരിട്ടത് 8 മാസം നീണ്ട റാഗിംഗ്. ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്നു മുതൽ കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ മുറിയിൽ ഹാജരായി ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥനെ പലതവണ നഗ്നനാക്കി മർദ്ദിച്ചുവെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നു.